സ്നേഹമുള്ളവരെ, യു കെയിൽ ഇപ്പം വളരെയധികം ചൂടാണ്. ചൂട് കാരണം നിൽക്കാൻ പോലും മേല. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഇത്രയേറെ ചൂടാണിവിടെ. നമുക്ക് ഓരോ നിമിഷം ചെല്ലുന്തോറും അതികഠിനമായിട്ട് നമുക്ക് തോന്നുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 20 വർഷത്തോളമായെങ്കിലും ഇതാദ്യമായിട്ടാണ് ഈ ചൂട് ഇത്ര അധികമാകുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു ഐസ് വെള്ളം കുടിക്കണമെന്ന്, ഇച്ചിരി ഐസ് ക്യൂബൊക്കെ ഇട്ട് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നത് തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ തണുപ്പിച്ചാണ് വെള്ളം കുടിക്കുക തന്നെ ചെയ്യുന്നത്. ഈ ഒരു വേനൽക്കാലമാണ് ഇത്ര അതിഭീകരമായിട്ട് നമുക്കതങ്ങനെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നാട്ടിൽ പോയി നിന്നാൽ നാട്ടിലേക്കേടി ചൂടാണോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. യു കെ സാധാരണ എപ്പോഴും തണുപ്പാണ്, അല്ലെങ്കിൽ നല്ല ഒരുമാതിരി ഒരു AC കാലാവസ്ഥ എപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കാലാവസ്ഥയിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം ഈ ഫ്രണ്ട് ഗാർഡിൽ ഒരു പ്രകൃതിയുടെ ഒരു ചെറിയ സ്വർഗം പോലെയാണ്. പച്ച പിടിച്ച് പന്തലിച്ച് നിൽക്കുകയാണ്. മുന്തിരിവള്ളിയും അതിൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കുലകളും ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് വളരെ കുളിർമ തോന്നുകയാണ്. എത്ര ചൂടാണെങ്കിലും ദിവസേന ഇതിന് വെള്ളമൊക്കെ അടിച്ച് പരിപാലിക്കുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ്, ഉള്ളിലൊരു ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പിന്നെ അതിനോടൊപ്പം ചുവപ്പ്, പിങ്ക്, അങ്ങനെ വെള്ള, ഓറഞ്ച് തുടങ്ങിയ വിവിധ തരത്തിലുള്ള സൗന്ദര്യം പകരുന്ന ഒരു കുറേ ഫ്ലവേഴ്സും നമുക്ക് അവിടെ കൂടുതലുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇത്രയേറെ ഈ പൂക്കളുടെ നിറങ്ങളും സുഗന്ധവും മനസ്സിന് ഒത്തിരിയേറെ സന്തോഷവും നമുക്ക് സമാധാനവും കൂടെ നൽകുകയാണ്. കൂടാതെ ഒത്തിരി തേനീച്ചകളും ചിത്രശലഭങ്ങളും ഒക്കെ ആകർഷിച്ച് പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ഈ ഭവനത്തിലേക്ക് പലപ്പോഴും ആളുകൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ എന്താ ഇത്ര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മനോഹരമായ ഒരു ഗാർഡൻ ഇതുണ്ടാക്കുവാനായിട്ട് ഫ്രണ്ടിലൊരു കുറച്ച് സൗകര്യമൊക്കെ കണ്ടു. അപ്പം ഈ ചെടിയോടുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. വീക്ക്നെസ് ആയതുകൊണ്ടും ഇതിങ്ങനെ ഓരോ വർഷം ചെല്ലുമ്പോൾ കുറച്ച് പണിത് ഈ വർഷം ഇത്തിരി ചൂടൊക്കെ ഉണ്ടെങ്കിലും ദിവസവും വെള്ളം അടിക്കുന്നത് കാരണം നമുക്കതിന് മനോഹരമായിട്ട് പരിപാലിക്കാം. ഇതൊരു നാരകമാട്ടോ. ഈ നാരകം ഇങ്ങനെ നമ്മൾ കിളുത്ത് വന്നിരിക്കുകയാണ്. നാരകമുണ്ട്, ഓറഞ്ചുണ്ട്, ബന്ദിയുണ്ട്, റോസയുടെ പലതരത്തിലുള്ള ചെടികളുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ രസമാണ്. നല്ലൊരു മണമുള്ള ഫ്ലവേഴ്സുണ്ട്. നമുക്കത് ഒരു എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. വീടിൻ്റെ ചുരുങ്ങിയ ആ ഫ്രണ്ടിലെ ഒരു സൗകര്യത്തിൽ ഇങ്ങനെ പണിത് ഉണ്ടാക്കിയെടുത്ത് അതിനെ പരിപാലിക്കുക. കൂടാതെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ സോളാറിൻ്റെ ലൈറ്റ് കൂടെ തൂങ്ങിയിട്ടിരിക്കുന്ന കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭയങ്കര ഭംഗിയായത് കാണാനായിട്ട്. നല്ല ഫീലിങ്സ് നമുക്കുണ്ടാകും. ഇത് നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള കാര്യമാണ്. 100 കൂട്ടം കാര്യത്തിന് പോകുന്നതിന് പകരം ഇത് എങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും. വലിയ പലതരത്തിലുള്ള വാക്കുവാദങ്ങളോ തർക്കങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ മാറിയെന്നുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടി എന്തൊരു ആക്ടിവിറ്റി ചെയ്തെടുക്കുകയാണെങ്കിൽ മനോഹരമായിരിക്കും.